നമസ്തേ. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ വികസനം എങ്ങനെ അളക്കാം? വലിയ കെട്ടിടങ്ങൾ നോക്കിയോ? അതോ എക്സ്പ്രസ് ഹൈവേകൾ നോക്കിയോ? അതിവേഗ ട്രെയിനുകളോ വിമാനത്താവളങ്ങളോ നോക്കിയോ? അതോ മറ്റെന്തെങ്കിലും നോക്കിയാണോ? ലോകത്തിലെ പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നത് ഒരു രാജ്യത്തിന്റെ വികസനം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ആ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം പരിശോധിക്കണമെന്നാണ്. കാരണം വികസനം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകിയെത്തുന്ന ഒന്നല്ല. അത് താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുമ്പോഴാണ് യഥാർത്ഥ വികസനമാകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് വലിയ മാറ്റങ്ങളുടെ കാലഘട്ടമായിരുന്നു. ഡിജിറ്റൽ ഇന്ത്യ, ജൻധൻ അക്കൗണ്ടുകൾ, സൗജന്യ ഗ്യാസ് കണക്ഷനുകൾ, കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ശൗചാലയങ്ങൾ, പാവപ്പെട്ടവർക്ക് വീടുകൾ, സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്, നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന സർക്കാർ സഹായങ്ങൾ, ഇവയെല്ലാം രാജ്യത്തിന്റെ സാമൂഹിക ഘടനയിൽ വലിയ സ്വാധീനം ചെലുത്തിയ പദ്ധതികളായിരുന്നു. എന്നാൽ ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഇത്രയധികം പദ്ധതികൾ നടപ്പാക്കിയിട്ടും ഇന്ത്യയിലെ ദാരിദ്ര്യം എത്രത്തോളം കുറഞ്ഞു? ഗ്രാമങ്ങളിലെ സാധാരണ കുടുംബങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം ഉണ്ടായോ? സർക്കാർ അവകാശപ്പെടുന്നത് പോലെ ക്ഷേമ പദ്ധതികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിയോ? അല്ലെങ്കിൽ ഇതെല്ലാം വെറും രാഷ്ട്രീയ അവകാശവാദങ്ങൾ മാത്രമാണോ? ഈ ചോദ്യങ്ങൾക്കിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ 12 വർഷത്തെ ഭരണകാലത്തെ വിലയിരുത്തിക്കൊണ്ട് ഒരു സുപ്രധാന അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിൽ നടന്ന എല്ലാ വലിയ മാറ്റങ്ങളുടെയും കേന്ദ്ര ബിന്ദു പാവപ്പെട്ടവരുടെ ക്ഷേമമായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. അതായത് റോഡുകളോ പാലങ്ങളോ മാത്രമല്ല, ദരിദ്രരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതായിരുന്നു സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്തൊക്കെയാണ് ആ പദ്ധതികൾ? എത്ര പേർക്കാണ് അതിന്റെ ഗുണം ലഭിച്ചത്? ഇന്ത്യയുടെ ക്ഷേമരംഗത്തെ ഏറ്റവും വലിയ പരീക്ഷണമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പദ്ധതികളുടെ യഥാർത്ഥ വ്യാപ്തി എന്താണ്? രാജ്യത്തിന്റെ 3ാം മോദി സർക്കാർ 2 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നടത്തിയ ഈ അവകാശവാദങ്ങൾ ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയാവുകയാണ്. ഇനി പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാം. രാജ്യത്ത് കഴിഞ്ഞ 12 വർഷത്തിനിടയിലുണ്ടായ വലിയ മാറ്റങ്ങളുടെയും വികസന മുന്നേറ്റങ്ങളുടെയും കേന്ദ്ര ബിന്ദു പാവപ്പെട്ടവരുടെ ക്ഷേമമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. തന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ 3ാം കാലാവധിക്ക് 2 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് പ്രധാനമന്ത്രി സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിച്ചത്. ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ച സന്ദേശങ്ങളിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഇന്ത്യ നിരവധി മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുവെന്നും എന്നാൽ ആ മാറ്റങ്ങളുടെ ഹൃദയഭാഗത്ത് പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജനവിഭാഗങ്ങളുടെയും ക്ഷേമമാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്ത്യോദയ എന്ന ആശയമാണ് തന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായതെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. സമൂഹത്തിലെ ഏറ്റവും അവസാന നിരയിലുള്ള വ്യക്തിയിലേക്ക് വികസനത്തിന്റെ ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നതാണ് അന്ത്യോദയയുടെ അടിസ്ഥാന ദർശനം. 2014 അധികാരത്തിലെത്തിയപ്പോൾ രാജ്യം നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നില്ല എന്നതായിരുന്നു. ഇടനിലക്കാരും അഴിമതിയും ഫണ്ട് ചോർച്ചയും വലിയ പ്രശ്നങ്ങളായി തന്നെ നിലനിന്നിരുന്നു. ഇതിന് പരിഹാരമായി കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയ പദ്ധതികളിൽ ഒന്നായിരുന്നു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അഥവാ DBT. ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ സഹായധനം നേരിട്ടെത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ചോർച്ച തടയാൻ സാധിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഇതിന് അടിസ്ഥാനമായി മാറിയത് ജൻധൻ പദ്ധതി, ആധാർ, മൊബൈൽ ഫോൺ എന്നിവയെ കൂട്ടിയിണക്കുന്ന ജാം ട്രിനിറ്റി സംവിധാനമായിരുന്നു. 2014 മുതൽ ലക്ഷക്കണക്കിന് പുതിയ ബാങ്ക് അക്കൗണ്ടുകളാണ് രാജ്യത്ത് തുറക്കപ്പെട്ടത്. മുമ്പ് ബാങ്കിംഗ് സേവനങ്ങളിൽ നിന്ന് അകന്നു നിന്നിരുന്ന ദരിദ്ര കുടുംബങ്ങൾ സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമാകാൻ തുടങ്ങി. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട മറ്റൊരു പ്രധാന പദ്ധതിയായിരുന്നു സ്വച്ഛ ഭാരത് മിഷൻ. രാജ്യത്തെ തുറസായ ശൗചക്രിയ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് ശൗചാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഗ്രാമീണ ഇന്ത്യയുടെ ആരോഗ്യരംഗത്തും ശുചിത്വ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ പദ്ധതികളൊന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. അതുപോലെ തന്നെ PM ആവാസ് യോജനയിലൂടെ സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾക്ക് പാർപ്പിടം ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചു. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ലക്ഷക്കണക്കിന് വീടുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടത്. ഒരു വീട് എന്നത് വെറും 4 ചുവരുകൾ മാത്രമല്ല, സുരക്ഷിതമായ ജീവിതത്തിന്റെയും സാമൂഹിക അന്തസ്സിന്റെയും പ്രതീകമാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു.
ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ ഇടപെടലുകളിൽ ഒന്നായിരുന്നു ആയുഷ്മാൻ ഭാരത് പദ്ധതി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ചികിത്സാ ചെലവുകൾ കാരണം ദരിദ്രത്തിലേക്ക് തള്ളിവിടപ്പെടുന്ന കുടുംബങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഇത് സഹായിച്ചുവെന്നാണ് വിലയിരുത്തൽ. ഉജ്ജ്വല യോജനയിലൂടെ ഗ്രാമീണ സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ നൽകി. വിറകുപയോഗിച്ചുള്ള പാചകം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിലും സ്ത്രീകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിലും ഈ പദ്ധതി പങ്കുവഹിച്ചതായി സർക്കാർ പറയുന്നു. അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ പദ്ധതി വഴി ഓരോ വീട്ടിലേക്കും ശുദ്ധജല കണക്ഷൻ എത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ സന്ദേശത്തിൽ സാങ്കേതിക വിദ്യയുടെയും പങ്കും പ്രത്യേകം എടുത്തു പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റുകൾ, UPI, ആധാർ അധിഷ്ഠിത സേവനങ്ങൾ, ഓൺലൈൻ സർക്കാർ സേവനങ്ങൾ എന്നിവ ഭരണ സംവിധാനത്തെ കൂടുതൽ സുതാര്യമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. UPI ഇടപാടുകളുടെ എണ്ണത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഗരീബ് കല്യാൺ എന്നത് വെറും ഒരു സർക്കാർ പദ്ധതി മാത്രമല്ല, മറിച്ച് ജനങ്ങളെ ശാക്തീകരിക്കുന്ന ഒരു ദേശീയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ദരിദ്രരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് നിർണായക സ്ഥാനമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2014 മെയ് 26-നാണ് നരേന്ദ്രമോദി ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 2019-ൽ രണ്ടാം തവണയും അധികാരത്തിലെത്തി. തുടർന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ലഭിച്ച വിജയത്തിന് പിന്നാലെ 2024 ജൂൺ 9-ന് അദ്ദേഹം മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ഇപ്പോൾ മൂന്നാം സർക്കാരിന്റെ 2 വർഷം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ കേന്ദ്രമായി പാവപ്പെട്ടവരുടെ ക്ഷേമത്തെ ഉയർത്തിക്കാട്ടുകയാണ് പ്രധാനമന്ത്രി. അതേസമയം ഈ പദ്ധതികളുടെ യഥാർത്ഥ സ്വാധീനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ അവ വഹിച്ച പങ്ക്, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലെ വിജയവും പരാജയവും തുടങ്ങിയ വിഷയങ്ങൾ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ തുടർന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലിൽ കഴിഞ്ഞ 12 വർഷത്തെ വികസന മാതൃകയുടെ പ്രധാന അടിത്തറ ഗരീബ് കല്യാൺ അഥവാ പാവപ്പെട്ടവരുടെ ക്ഷേമം തന്നെയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.